ഹലോ, നമ്മൾ ഈ പോണത് സൺഡേ ആണ് കേട്ടോ. ഞങ്ങൾ എങ്ങോട്ടാന്ന് പ്ലാനൊന്നും ചെയ്തിട്ടില്ല. ഒന്ന് വണ്ടി എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാ. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ചൊവ്വാഴ്ചയാണ്. 2 ദിവസം വൈകി. നമ്മൾ കുറച്ച് തിരക്കിൽ പെട്ടുകൊണ്ടാണ് കേട്ടോ വൈകി പോയത് വോയിസ് കൊടുക്കാൻ. നമ്മുടെ കൂടെ 2 പേരും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരെ കൊല്ലംകോട് പാലക്കാട് വിടാമെന്നാണ് വിചാരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 3 മണിയായി. അങ്ങനെ നമ്മൾ വരുമ്പോൾ തന്നെ ഈ ഇറിഗേഷൻ്റെ ഒരു പാലം പോലെയുണ്ട്. കുറേ നാളെ ഇത് കാണണം, എന്താ സംഭവം എന്ന് അറിയില്ല ഞങ്ങൾക്ക്. അപ്പോൾ അടുത്ത് തന്നെ അപ്പുറത്ത് വഴിയുണ്ടെന്നൊരു ചേട്ടൻ പറഞ്ഞായിരുന്നു. ഞങ്ങളതിൽ കയറി. ഫുള്ള് പുല്ലായിരുന്നു കേട്ടോ. അങ്ങനെ വഴിയെന്നും പറയാൻ പറ്റില്ല, വഴി ഉണ്ടായിരുന്നു എന്ന് പറയാം. അങ്ങനെ കയറി മുകളിലെത്തിപ്പിക്കും. വെള്ളമൊക്കെ ഇങ്ങനെ പോണത് അത് എന്തിൻ്റെ സംവിധാനമാണെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ റോഡ് കാണാം, നല്ല ഭംഗിയിൽ, നല്ല രസമുണ്ട്. നല്ല വെയിലാണ്. ഞങ്ങളൊരു മരത്തിൻ്റെ അടിയിലാണ് നിന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ആ വാട്ടർ ലെവൽ അവിടെ മാർക്കിംഗ് ഒക്കെ ഉണ്ട്, എത്ര വരും. അപ്പോൾ നല്ല ഭംഗിയാണ്. വീഡിയോസൊക്കെ ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ. വേറെ ഇവിടെ നിന്ന് നമ്മൾ വേണ്ടി തിരിച്ചപ്പോൾ തന്നെ പ്ലാൻ ഇട്ടു കേട്ടോ, നെല്ലിയാമ്പതി വിടാന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ നെല്ലിയാമ്പതി മാപ്പൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്. നമുക്ക് വേറെ വഴിയൊന്നും അറിയില്ലല്ലോ. അങ്ങനെ പോണ വഴിയിലൊക്കെ നല്ല കാടുകളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് മനസ്സിലായി പാലക്കാട് എത്തിയെന്ന്. അതായത് ഫുള്ള് വയൽ, അങ്ങനെയൊക്കെ നല്ല വഴികളായിരുന്നു. ബ്ലോക്കൊക്കെ കുറവായിരുന്നു കേട്ടോ. നമ്മൾ പോണ റൂട്ട് ബ്ലോക്ക് കുറവായിരുന്നേ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിട്ടാ നമുക്ക് കാണാനായിട്ട്. ഞങ്ങളൊരു അത്യാവശ്യം സ്പീഡിലാണ് പോയത്, കാരണം നമുക്ക് വേഗം എത്തണമല്ലോ എന്ന് വെച്ചിട്ട്. പിന്നെ അവിടെ എത്താറായപ്പോൾ തൊട്ട് ക്ലൈമറ്റിനൊക്കെ ചെറിയ ചേഞ്ച് വന്നു തുടങ്ങി. നമ്മൾ അത്രയും ദൂരം വന്ന പോലെയല്ല. നമ്മുടെ ഇവിടെ തൃശ്ശൂരൊക്കെ ഭയങ്കര വെയിലായിരുന്നു. ഇവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് മഴക്കാർ പോലത്തെ സിറ്റുവേഷൻ ആയി തുടങ്ങി കേട്ടോ. പിന്നെ നോക്കി മലകളൊക്കെ കണ്ടു തുടങ്ങി, കോട വന്നു തുടങ്ങി മുകളിലൊക്കെ. നല്ല ഭംഗിയുള്ളത് വയലൊക്കെ കണ്ടില്ലേ, നെല്ലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പാലക്കാടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ വീണ്ടും കുറേ പോയിട്ടാണ്. കാഴ്ചകൾ കാണാൻ നല്ല രസമായിരുന്നു. നെല്ലിയാമ്പതി എത്താറായപ്പോൾ ഒരു പോത്തുണ്ടി ഡാം, അവിടെ ആ സ്പോട്ടാണ് കേട്ടോ ഇത്. അവിടെ എത്രപ്പോഴേക്കും ബ്ലോക്ക് തുടങ്ങി. നിറയെ ആൾക്കാർ, മുടക്കല്ലേ, എല്ലാവരും കൂടെ ഇറങ്ങിയെന്നാണ് തോന്നണേ. അങ്ങനെ നമ്മൾ ഇങ്ങനെ നിരങ്ങി അവിടെ എത്തിയെന്ന് പറയാം. അപ്പം ഡാം സൈഡിൽ കണ്ടു. നമ്മൾ അങ്ങോട്ട് കയറണ്ട, നമുക്ക് നെല്ലിയാമ്പതി ആണല്ലോ പോകണ്ടേ. വേണമെങ്കിൽ പോയി വരുന്ന സമയത്ത് വേണമെങ്കിൽ താഴെങ്കിലും കയറി നോക്കാം വെച്ച് ഞങ്ങൾ നേരെ വിട്ടു കേട്ടോ. എന്തായി അവിടെ എത്തിയപ്പോൾ പറയാം, നെല്ലിയാമ്പതി 3:15 വരെ ഉള്ളൂന്ന്. അപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് വണ്ടി തിരിച്ചിട്ട് നമ്മൾ പോത്തുണ്ടി ഡാമിൻ്റെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കുതിര സഫാരിയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ആൾക്കാർ കയറി പോകുന്നുണ്ട്. ചെറിയ ദൂരമായിട്ട് പോകണുള്ളൂ. പിന്നെ കുറേ ഷോപ്പുകളുണ്ട്, ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ട്. ഞങ്ങൾക്ക് കയറണേക്കാളും മുമ്പ് അതൊക്കെ വാങ്ങാനായിരുന്നു തിരക്ക്. കയറിയപ്പോഴല്ല കാണണേ, എന്താ തിരക്ക് നോക്കിയാൽ സ്റ്റെപ്പ് ഉണ്ടോ, അത് മൊത്തം കയറാനുള്ളതാണ്. വേറെ വഴിയില്ലല്ലോ. ഞങ്ങൾ ഇങ്ങനെ ചാടിക്കണ്ട. അങ്ങനെ ചാടി ഞങ്ങൾ സൈഡിലൂടെ കടന്നതും ബാക്കി എല്ലാവരും ഞങ്ങളെ പിന്നാലെ ചാടി. പിന്നെ എല്ലാവരും ഇതായിരുന്നു ഒരു റൂട്ടായി കയറുന്നത്. കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് കുഴപ്പമില്ല, കതച്ച് പട്ടി അവിടെ എത്തിപ്പിക്കും. അങ്ങനെ അവരും കൂടെ കയറി വരാൻ കുറച്ച് നേരം ടൈം എടുത്തുട്ടാ. അങ്ങനെ എത്തി നമ്മൾ മുകളിലെത്തി. അവിടെ എത്തി 17 മിനിറ്റ് തിരക്ക്. ഒരു സ്ഥലമില്ല ഇരിക്കാനായിട്ട്. ഫുള്ളി ആൾക്കാർ നിറയെ ഓണൊക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങിയെന്ന് തോന്നണേ. ഇതാണ് പോത്തുണ്ടി ഡാം ഇടാൻ. ഞങ്ങളവിടെ ചെന്ന് കയറിയപ്പോൾ തന്നെ അധികം നടക്കാനൊന്നും നിന്നില്ല, അവിടെ ഇരുന്നു. അവിടുത്തെ ആൾക്കാർ സ്ഥലം പിടിച്ചൊക്കെ കണ്ടാ. അപ്പോൾ ഇവിടെ സൺസെറ്റ് കാണാനെന്നൊക്കെ പറഞ്ഞ് നിൽക്കണേ. പക്ഷെ 6:15 ഇത് ക്ലോസ് ആക്കും. നമ്മൾ ചെന്നപ്പോൾ തന്നെ 6 മണിയായിട്ടുണ്ട്. സെക്യൂരിറ്റികളിങ്ങനെ വിസിലടിച്ച് തുടങ്ങി ഇറങ്ങാൻ പറഞ്ഞിട്ട്. എന്നാലും വന്ന സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ. അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, എന്നിട്ടാണ് ഇറങ്ങിയത്. എങ്ങോട്ട് നടന്നൊന്നുമില്ല കേട്ടോ. അപ്പോഴേക്കും അവരിങ്ങനെ നമ്മളൊക്കെ നീക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതും കണ്ട് താഴത്തേക്ക് ഇറങ്ങാനായിട്ടും ഇപ്പുറത്തെ സൈഡിലൂടെ കിടക്കാൻ പറ്റില്ല, കാരണം സെക്യൂരിറ്റികൾ നമ്മളെ പിന്നാലെ ഉണ്ട്. ലാസ്റ്റാണ് നമ്മൾ ഇറങ്ങിയത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നടന്നു തുടങ്ങിയിട്ടാ. ഇത് പയ്യെ എല്ലാവരും ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങണ്ടേ, എന്നാൽ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഗാർഡനൊക്കെ നല്ല ഭംഗിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ ഇങ്ങനെ രൂപങ്ങളൊക്കെ ഉണ്ട് ഇടയിൽ. പിന്നെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തിട്ട് അവർക്കൊക്കെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ടിത് ഇറങ്ങി പോരുമ്പോഴാണ് നമ്മൾ ഈ പൊട്ടറ്റോ ചിപ്സ്, ഇത് കുറേ നാളായിട്ട് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെ ഇരിക്കുന്നു, പക്ഷെ തിരക്കിലാന്ന് തോന്നുന്നു. ആ ചേട്ടനാണെങ്കിൽ നല്ല തിരക്കുണ്ട്. ചെറിയ വേവ് കുറവുണ്ടായിരുന്നു, നല്ല ഡ്രൈ അല്ല. കളിപ്പാട്ട നമുക്ക് മസ്റ്റാണല്ലോ. എനിക്ക് JCB മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് നോക്കിയതാണ്. അപ്പോൾ ഈ JCB ഭയങ്കര ചെറുതായിപ്പോയി, കുറച്ചുകൊണ്ട് വലുതായിരുന്നു വേണ്ടേ. അവസാനം ഈ പിങ്കിന് മേടിച്ചൊന്നുണ്ടോ. ഇതിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട്, പിന്നീട് കാണിക്കാം കേട്ടോ. ലോഡുണ്ട് ഇങ്ങനത്തെ. അങ്ങനെ നമ്മൾ അതും മേടിച്ചു. പൈനാപ്പിൾ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പോരുമ്പോഴും അവിടുത്തെ ആൾക്കാരൊന്നും പോയിട്ടില്ല, നല്ല തിരക്ക് തന്നെ. എന്നാലും പയ്യെ നമ്മൾ പോന്നു. അങ്ങനെ പോന്ന് ഫസ്റ്റത്തെ ആ ടോളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞ് പാലക്കാട്
എത്തുന്നു. സ്പോട്ട് എനിക്കറിയില്ല, വടക്കാഞ്ചേരി ആ ഏരിയ എന്ന് തോന്നുന്നു. അവിടെ എത്തിയപ്പോൾ കുതിരാനൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരുമ്പോൾ കേട്ടോ നമ്മുടെ വണ്ടിക്ക് പണി കിട്ടി. വണ്ടിയുടെ ക്ലച്ച് പൊട്ടി, സീനായി. പോന്മാർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓരോന്നൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിലുണ്ടായ ടൂൾസ് വെച്ച് നോക്കിയിട്ടും ശരിയാവണില്ല. ക്ലച്ച് ശരിക്കും പൊട്ടി. പിന്നെ വണ്ടി എടുത്ത് പോരണമല്ലോ നമുക്ക്. അവിടെ നിന്ന് അടുത്ത് വർക്ക്ഷോപ്പ് അങ്ങനെ ഒന്നുമില്ല. പിന്നെ നമ്മൾ ഗിയർ മാറ്റാണ്ട് വണ്ടി ഓടിച്ച് പയ്യെ, ഞാൻ സ്പീഡിൽ 2x ഇട്ട കാരണം സ്പീഡിൽ പോകണം. അങ്ങനെ നമ്മൾ വർക്ക്ഷോപ്പ് കൊണ്ട് അവിടെ ചോദിച്ചപ്പോൾ സംഭവം അവിടെ ഇല്ല, അവിടെ പഞ്ചറൊട്ടിയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളവിടെ നിന്ന് ചായയും കുടിച്ച് വീണ്ടും പയ്യെ പോകാൻ തുടങ്ങിയിട്ടാ. നല്ല പയ്യെ തന്നെ. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ ഡെക്കാത്ലോൺ ഉണ്ടല്ലോ ഇവിടെ, ആ പാലത്തിൻ്റെ താഴെയാണ് കേട്ടോ. ഡെക്കാത്ലോണിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ട് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു സംഭവം ഇവിടെ ഉണ്ട്, കുറച്ച് നേരം നിൽക്കേണ്ടി വരും, എവിടെ ഇരിക്കണമെന്നൊന്നും അറിയില്ലെന്ന്. അങ്ങനെ ആൾ കുറച്ച് കഴിഞ്ഞപ്പോഴും നോക്കിയെടുത്ത് സംഭവം സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. അങ്ങനെ വണ്ടി നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വേറെ ഒന്നും നോക്കിയില്ല. നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു, 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. പോരുന്ന വഴിക്ക് ഭയങ്കര ബ്ലോക്കാണ് അമ്പലൂർ. അപ്പം നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് വേറെ വഴിക്ക് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ ഓണപ്പരിപാടിയാന്ന് തോന്നുന്നു, ചതയാഘോഷം പരിപാടി. അത് കുറച്ച് നേരം പിള്ളേരുടെ ഡാൻസൊക്കെ കണ്ടു നിന്നു. പിന്നെ നമ്മൾ പോന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അമ്മയുടെ വീട്ടിൽ കണ്ട പോണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.